ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 3-ാമത്തെ പാഠം അൽ വഹദത്തു സാലിസ ഉന്നത്തു നൂൻ. ഇനി നമുക്ക് ഈ പാഠത്തിലേക്ക് നോക്കാം. ഖുർആൻ്റെ ആയത്തുകളാണ് തന്നിരിക്കുന്നത്. അതിൽ നൂനിന് ഷദ്ദുള്ള നൂനിൻ്റെ താഴെ വരയിട്ടിരിക്കുന്നു. അടിവരയിട്ട വാക്കുകൾ നമുക്ക് വായിക്കാം. വ അന്ന, മിന്ന, വമിന്ന. അതിൻ്റെ അടുത്ത ആയത്തിൽ വളന്ന, അന്നഹുൽ. ഇതുപോലെ നൂനിന് ഷദ്ദ് തന്നിട്ടുണ്ട്. ഈ എല്ലാ ആയത്തുകളും ഓതി നോക്കുക. അതിന് ശേഷം നമുക്ക് നൂനിന് ഷദ്ദുള്ള നൂനിനെ എന്തിനാണ് അടിവരയിട്ട് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അടുത്ത പേജ് നോക്കുക. അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഉന്നത്ത്. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് അഥവാ മണിക്കൽ എന്ന് പറയുന്നത്. നൂനും മീമും ഷദ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. അറബി അക്ഷരങ്ങളിലെ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഉന്നത്ത്. നൂനും മീമും ഷദ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന ഒരു രാഗത്തിനാണ് ഉന്നത്ത് അഥവാ മണിക്കൽ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി നോക്കാം. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ, പാഠത്തിൻ്റെ ആദ്യത്തെ പേജിലുള്ള ആയത്തുകളിൽ അടയാളപ്പെടുത്തിയ ഭാഗത്ത് എന്താണ് നമ്മൾ കണ്ടത്? ഷദ്ദുള്ള നൂന്. ഉന്നത്ത് കൂടുതൽ നൽകിയാണല്ലോ നാം പാരായണം ചെയ്തത്. ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് ആ നൂനിന് ഉന്നത്ത് കൂടുതൽ നൽകിയാണ് ഓതേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ വന്ന ഷദ്ദുള്ള എല്ലാ നൂനിനെയും ഇപ്രകാരം ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. നമ്മുടെ പരിശുദ്ധ ഖുർആൻ അഥവാ മുസ്ഹഫിലുള്ള എല്ലാ ഷദ്ദുള്ള നൂനിനെയും ഉന്നത്ത് ചെയ്തുകൊണ്ടാണ്, എല്ലാ ഷദ്ദുള്ള നൂനിനും ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഉന്നത്ത് അഥവാ മണിക്കൽ. ഇനി നമുക്ക് ഷദ്ദുള്ള നൂനിൻ്റെ ഉന്നത്ത് നമുക്ക് കൂടുതൽ പരിശീലിക്കാം. ഇന്നലക ഫിന്നഹാരി. 2-ാമത്തെ ആയത്ത് നോക്കാം. ഇന്നൽ മുത്തഖീന. അടുത്തത് ഇന്ന കുന്ന. അതുപോലെ 5 ആയത്ത് തന്നിട്ടുണ്ട്. ആ 5 ആയത്ത് നിങ്ങൾ നന്നായി ഓതുക. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1. നഖ്റഉ വ നക്തശിഫു നൂനൽ മുഷദ്ദദ. ഷദ്ദുള്ള നൂനിനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഷദ്ദുള്ള നൂനിനെ അടയാളപ്പെടുത്താൻ. നമുക്ക് ഇതിൽ 2 വലിയ ആയത്ത് തന്നിട്ടുണ്ട്. ആ ആയത്തിൽ എവിടെയൊക്കെ നൂനിന് ഷദ്ദ് വരുന്നുണ്ടോ അതിൻ്റെ താഴെ വരയിടുക. അസ്കിനൂഹുന്ന, അവിടെ നൂനിന് ഷദ്ദുണ്ട്. തുലാറൂഹുന്ന. അങ്ങനെ ഈ 2 ആയത്തുകളിലും നൂനിന് ഷദ്ദ് വരുന്നതിൻ്റെ അടിയിൽ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. 2. നക്തശിഫുൽ ഇജാബാത്ത്. അതിൽ 1-ാമത്തെ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണം എന്ത്? അതിൻ്റെ ഉത്തരം ഉന്നത്ത്. ഉന്നത്ത് അഥവാ മണിക്കൽ. 2. എന്തിനാണ് ഉന്നത്ത് അഥവാ മണിക്കൽ എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിന് ഉന്നത്ത് എന്ന് പറയുന്നു. തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിന് ഉന്നത്ത് എന്ന് പറയുന്നു. 3-ാമത്തെ
ഉന്നത്ത് കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോൾ? അതിൻ്റെ ഉത്തരം നൂനും മീമും ഷദ്ദോടുകൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യണം. നൂനും മീമും ഷദ്ദോടുകൂടി വരുമ്പോൾ. മൂന്നാമത്തെ തഹ്സീസ് അസൈൻമെൻറ്റ്. നക്ര സൂറത്തുൻ നജ്മ് വൽ ഖമർ വ നക്തഷിഫു നൂനൽ മുഷദ്ദദ. സൂറത്തുൻ നജ്മ്, സൂറത്തുൽ ഖമർ, അത് 2 സൂറത്തുകളാണ്. ആ 2 സൂറത്തുകൾ എടുത്തിട്ട് നൂനിന് ഷദ്ദുള്ള നൂനിന് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. സൂറത്തുൽ നജ്മിൽ 24 എണ്ണം ഉണ്ട്. സൂറത്തുൽ ഖമറിൽ 22 എണ്ണം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ